നിരവധി യുദ്ധങ്ങൾ കണ്ടവരാണ് നമ്മൾ. ലോകമഹായുദ്ധങ്ങളും നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടി വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ തീയാണ്, നാളുകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇപ്പോൾ അമേരിക്ക പുതിയൊരു വെടിവെട്ടിച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കണം എന്ന് പട്ടാള മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇത് വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു. അതായത് ഇന്റർനാഷണലി ഒരു അമേരിക്കയുടെ മേൽക്കൈ നിലവിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അവർ കഴിഞ്ഞ ദിവസം മർഡോയെ അറസ്റ്റ് ചെയ്തു വെനസ്വേലയിൽ നിന്ന്. അപ്പോൾ അവർ പ്രതീക്ഷിച്ച കുറേ പ്രതികരണങ്ങളുണ്ട്. അത് ഒന്ന് ചൈനയിൽ നിന്നും പ്രധാനമായും റഷ്യയിൽ നിന്നുമായിരുന്നു. അതായത് ഇതിനെതിരെ അതിശക്തമായ സൈനിക നടപടിക്കോ അല്ലെങ്കിൽ സൈനിക വിന്യാസത്തിനോ ഒക്കെ റഷ്യ മുതിരുമോ എന്ന് അവർ കരുതി. പിന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ മോസ്കോയിൽ നിന്നുള്ള താക്കീതും അവർ പ്രതീക്ഷിച്ചു. ഇതൊന്നും ഉണ്ടായില്ല. സാധാരണ ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള ഒരു പ്രതിഷേധമാണ് വന്നത്. പക്ഷേ ഈ സൈലന്റ് ആകുമ്പോൾ ഇതിന് സാധാരണ നമ്മൾ പറയാറുണ്ട്, വലിയൊരു പ്രശ്നത്തിന് മുൻപ് ഒരു ശാന്തത എന്ന് പറയാറുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കാവോ? അമേരിക്ക, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അമേരിക്ക ഇനി എന്ത് ചെയ്യുന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രസിഡന്റാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇദ്ദേഹം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനായിട്ടുള്ള ഷെഡ്യൂൾ തയ്യാറാക്കാനായിട്ട് സൈനിക മേധാവികളോട് പറഞ്ഞപ്പോൾ പെന്റഗൺ പറഞ്ഞത് അത് ശരിയാകില്ല എന്ന രീതിയിലാണ്, വിസമ്മതം പ്രകടിപ്പിച്ചു എന്നാണ് കാണുന്നത്. കാരണം കോൺഗ്രസിന്റെ പെർമിഷൻ ഇല്ലാതെ ട്രംപിന്റെ ഓപ്പറേഷൻസിനോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു. അത് സാധാരണ രീതിയിൽ അങ്ങനെ പറയുന്നതല്ല. പട്ടാള മേധാവിമാരല്ലേ തീരുമാനം എടുക്കേണ്ടത്? പട്ടാള മേധാവികളല്ല, വൈറ്റ് ഹൗസിന്റെ തീരുമാനം, പ്രസിഡന്റിന്റെ തീരുമാനം തന്നെയാണ്. പക്ഷേ വൈറ്റ് ഹൗസ് ഒരു എമർജൻസി, ഈ അമേരിക്കൻ പ്രസിഡന്റിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്പെഷ്യൽ റൈറ്റ് ധാരാളമുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണല്ലോ, അത് കഴിഞ്ഞാൽ അമേരിക്ക വരുന്നത്, നമ്മുടെ ഈ പ്രധാനമന്ത്രിക്ക് പോലും അതില്ല. പാർലമെന്റിനെ മറികടന്നൊരു കാര്യം എടുക്കാനായിട്ട് യുദ്ധത്തിന്റെ സമയത്ത് ഉണ്ടെങ്കിൽ പോലും അടിയന്തര ക്യാബിനറ്റ് എല്ലാം കൂടിയാണ് ചെയ്യുന്നത്. എന്നാൽ അമേരിക്കയിൽ വൈറ്റ് ഹൗസ്, ഈ അവരുടെ സെനറ്റ് എന്ന് പറയുന്നത് വളരെ, അല്ലെ അമേരിക്കൻ കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നാൽ ഈ സൈനിക മേധാവികൾ അവസാനം തുറങ്കിലടക്കപ്പെടും. ട്രംപ് വിശേഷാധികാരത്താൽ അദ്ദേഹം രക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ട് അവർ അതിനോട് വിമുഖത പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന് പകരം ഇറാനെ പോലുള്ള പരമ്പരാഗതമായി പ്ലാനിട്ടിരിക്കുന്ന ഒരു രാജ്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്ന രീതിയിലേക്ക് അവിടുത്തെ ഓപ്പറേഷൻ ശക്തമാക്കുക എന്നൊരു നിലപാടിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ റഷ്യയും ചൈനയെ അടിക്കണമെന്നുള്ളൊരു ഉദ്ദേശം ഇവർക്ക് ഇതിന്റെ പിന്നിലില്ലേ? എങ്ങനെ? റഷ്യയും ചൈനയും ആക്രമിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതായത് അങ്ങനെയല്ല പറഞ്ഞത്. അതായത് റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ, അതായത് ഗ്രീൻലാൻഡ് വേണമെങ്കിൽ റഷ്യയോ ചൈനയോ പിടിച്ചെടുക്കാം. അവർ പിടിച്ചെടുക്കുന്നതിന് മുൻപ് നമ്മൾ പിടിച്ചെടുക്കണമെന്നാണ് ആര് പറഞ്ഞത്? ട്രംപ് പറഞ്ഞത്. പക്ഷേ റഷ്യയോ ചൈനയോ അങ്ങനെ ഒരു പ്ലാൻ ഇടുന്നില്ല. ഡെൻമാർക്കിന്റെ ഈ ഭൂപ്രദേശത്തിൽ അവർ ഇതുവരെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ ട്രംപ് ഒരു വ്യാജമായ രണ്ട് ശത്രുക്കളെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. അത് ശരിയല്ലല്ലോ. കാരണം അവർക്കില്ലാത്ത, ചൈനയോ റഷ്യയോ അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ അത് പ്രകോപനം നടത്തിക്കൊണ്ട് ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണോ അവർ ഈ രാജ്യങ്ങളെ? ഇല്ല, ഈ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു തരാം. ഗ്രീൻലാൻഡ് അമേരിക്ക പിടിച്ചെടുക്കുന്നു. ചൈനയുടെ എന്ത് താല്പര്യം അവിടെ നഷ്ടപ്പെടുന്നത്? റഷ്യയുടെ എന്ത് താല്പര്യം നഷ്ടപ്പെടുന്നത്? കാരണം ഡെൻമാർക്ക് ഈ രാജ്യങ്ങളുമായിട്ടല്ല കൂടുതലും ഡെൻമാർക്ക് നാറ്റോയിലൊരു അംഗരാജ്യമാണ്. അത് അമേരിക്കയുമായിട്ട് ബന്ധമുള്ളതാണ്, യൂറോപ്യൻ രാജ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തൊരു പ്രശ്നമുണ്ടാകുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഒരു ആഭ്യന്തരമായ തെറ്റായ നയമായിട്ട് വരുന്നുവെങ്കിൽ പോലും അതിൽ റഷ്യ ഇടപെടേണ്ട കാര്യമില്ല, ചൈന ഇടപെടേണ്ട കാര്യം. ഇത്തരത്തിൽ ഗ്രീൻലാൻഡ് പിടിച്ചടക്കാൻ വേണ്ടി ഒരു സൈനിക നടപടി ആവശ്യമെങ്കിൽ അതിന് തയ്യാറായിക്കൊള്ളാൻ ഒരു ഉത്തരവിറക്കിയിട്ടില്ലേ? അതെ. എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം? അതിന് പല ഉദ്ദേശങ്ങളുണ്ട്. അതായത് അങ്ങനെ ഒരു കാര്യം ഓപ്പണായിട്ട് പറയുമ്പോൾ തന്നെ ഡെൻമാർക്ക് ചർച്ചയ്ക്ക് വരും. ചർച്ചയ്ക്ക് വന്നിട്ട് വേണമെങ്കിൽ പാട്ടത്തിന് തരാം, നിങ്ങൾക്ക് അമേരിക്കക്ക് വേണമെങ്കിൽ 100 വർഷത്തേക്ക് പാട്ടത്തിന് തരാം. നിങ്ങൾക്ക് അവിടുത്തെ വിഭവങ്ങൾ, മിനറൽസ്, ക്രിട്ടിക്കൽ മിനറൽസ് ധാരാളമുണ്ട്, റെയർ എർത്ത് എന്നൊക്കെ പറയുന്നത്. ഈ ഗ്രീൻലാൻഡ് പറയുമ്പോൾ ഗ്രീൻലാൻഡിന്റെ പ്രത്യേകതയും നമ്മൾ പറയണം. എന്തുകൊണ്ടായിരിക്കും അമേരിക്ക ഇതിനകത്ത് കണ്ടുവെക്കുന്നത്? ഈ പറഞ്ഞത് തന്നെയാണ്. അതിന്റെ ജിയോഗ്രഫിക്കൽ ഏരിയ വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് നിലകൊള്ളുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അതിന്റെ സമുദ്രത്തിൽ വളരെ സമ്പന്നമായ സമുദ്ര വിഭവങ്ങളുണ്ട്. മത്സ്യവിഭവങ്ങൾ മാത്രമല്ല, ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പര്യവേഷണം നടത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ സമുദ്രത്തിലുള്ള അതുല്യമായ ധാതു ഖനികളെ കുറിച്ച് അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ച് നമ്മളുടെ പഠനങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. അതിന് ചൈന വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രദേശത്തെ സമുദ്രത്തിൽ പോലും ഈ റെയർ ആയിട്ടുള്ള മിനറൽസിന്റെ സജീവമായ സാന്നിധ്യമുണ്ട്. കൂടാതെ ആ പ്രദേശം മൊത്തത്തിൽ അതിനാൽ സമ്പുഷ്ടമാണ്. ഈ മത്സ്യവിഭവങ്ങളാലും
കടൽ ധാതുക്കളാൽ സമ്പുഷ്ടമാണ്. പിന്നെ അതിൻ്റെ ഈ നമ്മൾ രാജ്യാന്തര തലത്തിൽ നോക്കുമ്പോൾ തന്ത്രപ്രധാനമായ സ്ഥാനം, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇത് പിടിച്ചടക്കണമെങ്കിൽ നിഷ്പ്രയാസം കഴിയുന്നില്ല. എത്രയോ എളുപ്പമായിട്ട് പിടിച്ചെടുക്കാൻ പറ്റും. കാരണം അമേരിക്കയുടെ യുദ്ധം ചെയ്യാനായിട്ട് ആർക്ക് കഴിവില്ല? ഈ രാജ്യങ്ങൾക്കൊന്നും കഴിവില്ല. അമേരിക്കയുടെ യുദ്ധം ചെയ്യാനായിട്ട് വിരലിലുണ്ടാകുന്ന 3 രാജ്യങ്ങൾക്ക് സാധിക്കുക. ഒന്ന് റഷ്യയാണ്, 2 ചൈനയാണ്, 3 ഇന്ത്യയാണ്. അമേരിക്ക വരെ എത്തുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള രാജ്യങ്ങൾ ഇവയാണ്. എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റു പല രാജ്യങ്ങൾക്കും അമേരിക്കയുമായിട്ടൊരു യുദ്ധത്തിനുള്ള ഒന്ന് ആലോചിക്കാൻ പോലും പറ്റുകയില്ല, ചിന്തിക്കാൻ പോലും. നമ്മളിവിടെ ചിന്തിക്കുന്നതിന് മുമ്പ് അവർ അടിച്ചു തുടങ്ങും. അതെ, അത് അമേരിക്ക സ്പേസ്, ഈ നമ്മുടെ ഭൂമിയെ മൊത്തത്തിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇടം സ്പേസ് ആണ്. സ്പേസിൽ ഇന്നും അമേരിക്കൻ മേധാവിത്വമുണ്ട്. അവരുടെ സാറ്റലൈറ്റുകൾക്ക് നമ്മുടെ ടോട്ടൽ കമ്മ്യൂണിക്കേഷൻസിനെ എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇന്റർനെറ്റും അമേരിക്ക വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. ആണവ സാമഗ്രികൾ സ്പേസിൽ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. രഹസ്യമായിട്ട് ഇവരവിടെ അത് വെച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. ഇതിനെ ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ കഴിയുമല്ലേ? ഏതിനെ? സ്പേസിനെ. പിന്നെ എല്ലാം സാധിക്കുക. അല്ലെങ്കിൽ തകർക്ക് 2-3 രീതിയുണ്ട്. അതായത് നമ്മൾക്കും ആ സംവിധാനമുണ്ട്. ഈ സ്പൈ സാറ്റലൈറ്റുകൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതേപോലെ തന്നെ സാറ്റലൈറ്റുകളെ തകർക്കാനുള്ള സംവിധാനങ്ങളും ഈ സാറ്റലൈറ്റുകൾ തന്നെ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ട്രംപ് വന്നപ്പോൾ തന്നെ ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞൊരു പദ്ധതി ആവിഷ്കരിച്ചു. ഗോൾഡൻ ഡോം, അതായത് അമേരിക്കയെ സുരക്ഷിതമാക്കാൻ വേണ്ടി ആകാശത്ത് 100 കണക്കിന് ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖല ഉണ്ടാക്കിയിട്ട് ലോകത്ത് എവിടെ നിന്നെങ്കിലും അമേരിക്കക്കെതിരെ ഒരു മിസൈൽ വന്നാൽ അതിനെ അവിടെ വെച്ച് തന്നെ തകർക്കാവുന്ന സംവിധാനം ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. ഒരു സാധാരണ ആളിന് ചിന്തിക്കാവുന്നതിനപ്പുറം, ഒരു സാധാരണക്കാരന് ചിന്തിക്കുന്നതിനപ്പുറമാണ് അവരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും. അമേരിക്ക എപ്പോഴും ഒരു 20-30 കൊല്ലം മുൻപേ ചിന്തിക്കും. ആ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കും. നമ്മളുടെ നാട്ടിൽ ഇപ്പോഴും എക്സ്പ്രസ് ഹൈവേ പറഞ്ഞ് സമരം ചെയ്തിട്ട് ഇപ്പോഴും നമ്മൾ 2 വരി പാതയിലൂടെ പോകുന്നില്ല. ഇവരങ്ങനെയല്ല. ഇതൊക്കെ ഇപ്പൊ മൻഹാട്ടനിലെ റെയിൽവേ ലൈൻ നോക്കിയാൽ അറിയാൻ പറ്റും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ വളരെ സ്പീഡിലുള്ള ട്രെയിൻ, ഈ നമ്മളിപ്പോൾ മെട്രോ പോകുന്ന പോലെ ഉയരത്തിലൂടെ പോകുവാനായിട്ടുള്ള അയൺ ബ്രിഡ്ജുകൾ നിർമ്മിച്ച് അതിലൂടെ ഓടിക്കുന്നവരാണ്. അതേപോലെ തന്നെ അണ്ടർഗ്രൗണ്ടിലെ മെട്രോസ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അവർ തയ്യാറാക്കിയത്. അത് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ നേതാക്കന്മാർ മഞ്ഞക്കുറ്റി ഉറക്കാൻ നടക്കുകയാണ്. അല്ല, നമ്മുടെ നേതാക്കന്മാർ മഞ്ഞക്കുറ്റി ഇടുന്നത് തന്നെ കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടല്ല. രാജ്യത്തെ വികസിപ്പിക്കാനായിരുന്നുവെങ്കിൽ എക്സ്പ്രസ് ഹൈവേക്ക് പറഞ്ഞ ന്യായം എന്താ? കേരളത്തെ 2ആയിട്ട് വിഭജിക്കുന്നതാണ്. അതിപ്പോ എന്ത് റോഡ് വന്നാലും അങ്ങ് വിഭജനം അവിടെ നടക്കുന്നില്ലേ? നമുക്ക് അതിന്റെ കൺമുന്നിൽ ഉദാഹരണം ഉണ്ടല്ലോ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള റോഡ് മാത്രം എടുത്താൽ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ കരുനാഗപ്പള്ളി പ്രദേശത്ത് ഇപ്പോൾ ഒരു ചൈനയുടെ വൻമതിലിനെക്കാട്ടും വലിയൊരു മതിൽ പണിഞ്ഞു വെച്ചിരിക്കുക. നിലവിലുണ്ടായിരുന്ന റോഡ് വിഭജിച്ചു. ആർക്കും ഇത് വിഭജിക്കുന്നതായിട്ട് തോന്നിയില്ല. എക്സ്പ്രസ് ഹൈവേ അല്ലെ അത് തോന്നുള്ളൂ പറഞ്ഞില്ലേ? ഇതേപോലെ തന്നെയാണ്. അതായത് പദ്ധതികൾ പേര് മാറ്റി അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ്. അതെ, പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ അത് വിജയിപ്പിക്കാനുള്ള പ്ലാൻ മുൻകൂട്ടി ഇട്ടുകൊണ്ടാണ്. ഇപ്പൊ മറുപടിയെ വരെന്നിട്ടുണ്ടെങ്കിൽ 5-6 വർഷം മുൻപേ ഇട്ട പ്ലാനാണ് ഇപ്പോൾ അയാളെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോയത്. ഈ ട്രംപിന്റെ 2ാം ടൈം അല്ലേ ഇത്? അതെ, ഈ 2ാം ടൈം വന്നപ്പോഴാണ് ഈ ചില ആളുകളെ പൊക്കുക, ചില പ്രദേശങ്ങൾ കൈയടക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലേക്ക് വന്നതല്ലേ. അമേരിക്ക സാമ്പത്തികമായിട്ട് അത്ര മികച്ച അവസ്ഥയിലല്ല ഇപ്പോൾ. അപ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കണമെങ്കിൽ അമേരിക്ക ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അത് അമേരിക്കൻ തന്ത്രമാണ്. അല്ലെങ്കിൽ അവരുടെ എക്കണോമി അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധ കമ്പനികളെല്ലാം അമേരിക്കയുടെ തന്നെയാണ്. അപ്പോൾ ആ ആയുധ കമ്പനികൾ സജീവമാകുമ്പോൾ അതായത് സൊസൈറ്റിയിലേക്ക് പണത്തിന്റെ ഫ്ലോ ഫാസ്റ്റ് ആകും. അത് ആ ആഭ്യന്തര സംഘടനയെ മെച്ചപ്പെടുത്തും. പിന്നെ അതോടൊപ്പം തന്നെ ഇവരുടെ ഓരോ യുദ്ധവും അവർക്ക് മേൽക്കൈ കിട്ടുമ്പോൾ അവരുടെ ആയുധങ്ങൾക്ക് വിപണിയിൽ വലിയ ആവശ്യക്കാരുണ്ടാകും. അമേരിക്കയെക്കാട്ടും എന്തുകൊണ്ടും വലിപ്പം കൊണ്ട് ഏറ്റവും വലുത് തന്നെയാണ് ഇന്ത്യ. അല്ല, അമേരിക്കയേക്കാൾ വലുതല്ലെന്നാ എന്റെ ഓർമ്മ. ജനസംഖ്യ ഉണ്ട് വലിപ്പം. അല്ല, ഭൂപ്രദേശം കൊണ്ട് ക്ഷേത്രപരമായിട്ട് അമേരിക്ക നമ്മളെക്കാൾ വലുതാ ആണോ എന്നുള്ള സംശയമുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ പണത്തിന്റെ പേരിലും അധികാരത്തിന്റെ പേരിലും മുൻകൈ ആണെങ്കിലും ആളെണ്ണം കൊണ്ട് ഇന്ത്യ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്കൊപ്പം എത്തണമെങ്കിൽ എത്ര കാലം വേണ്ടി വരുമായിരിക്കും? നമ്മൾ അമേരിക്കയ്ക്കൊപ്പത്തുള്ള പഠനങ്ങൾ റിപ്പോർട്ടുകളായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ ചൈനയെ മറികടക്കും, ഇപ്പൊ ജർമ്മനി ഉടനെ മറികടക്കും, ചൈനയെ മറികടക്കും.
അതിനുശേഷം അമേരിക്കയെ 2070 കൂടി മറികടക്കും. പക്ഷേ ഇതിനിടയ്ക്ക് ഇത് നമ്മളിപ്പോൾ കാണുന്ന സാമ്പത്തിക ശാസ്ത്രമാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഡെൻമാർക്കിനോട് പ്രശ്നത്തിന് പോകുക, മറ്റു പല രാജ്യങ്ങളിൽ ലക്ഷ്യം വെക്കുക. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു ഭാഗം അവർ ആഗ്രഹിച്ചു. ഇതേപോലെയൊക്കെ സംഭവിക്കുന്നത് അവരെ ആരും മറികടക്കാതെ അവർക്ക് ഇനിയും കൂടുതൽ വിഭവങ്ങൾ സ്വന്തമാക്കി ലോകം ഭരിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ്. അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അവർ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കണമെന്നുള്ളതുകൊണ്ടാണ്. ഈ അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും നയങ്ങളിൽ മാറ്റമൊന്നും പ്രതീക്ഷിക്കില്ല. അവർക്ക് ആരെയും കൈക്കൂലി വേണ്ട, ഇവർക്ക് കമ്മീഷൻ വേണ്ട, അങ്ങനെ പ്രത്യേകത കൂടെ ഉണ്ട്. അതെ അതെ അതെ.